കേരള നിയമസഭാ ഇലക്ഷന്റെ വിധി മെയ് 4 വരുമ്പോൾ കേരളം ആര് ഭരിക്കും? വിവിധ ജില്ലകളിൽ ആർക്കായിരിക്കും മുൻതൂക്കം? ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ. ആദ്യം നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 8 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് LDFും 2 സീറ്റുകൾ UDFുമാണ് നേടുക. അടുത്ത ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 14 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 12 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFുമാണ് നേടുക. അടുത്ത ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ NDAയുമാണ് നേടുക. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ 61 സീറ്റുകൾ വരെ LDFും 77 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ NDAയുമാണ് നേടുക.